ദിക്ക് വിധിക്ക് പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് പലർക്കും അത് മനസ്സിലായിട്ടില്ല. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇത് ദിക്കിലെ വീടാണ്. ഇതെങ്ങനെ ഇരിക്കും? ഒരു പ്ലസ് എഴുതുന്നത് പോലെ ഇരിക്കും. അതേസമയം മറ്റൊരു വീട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വീടിൻ്റെ സെൻറ്ററിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വസ്തുവിൻ്റെ സെൻറ്ററിൽ നിന്നുകൊണ്ട് കോമ്പസ് വയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മറ്റൊരു വീടാണെന്ന് കരുതുക. ഇതിനെ നമ്മൾ 9 ആയിട്ട് തിരിക്കുന്നു. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്. ഇത് ദിക്കെങ്കിൽ ഇത് വിധിക്കാണ്. ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ ദിക്കുകൾ ഇരിക്കത്തുള്ളൂ, ഇൻറ്റു എഴുതുന്നത് പോലെ. മറ്റേതാണെങ്കിലോ ഒരു പ്ലസ് എഴുതുന്നത് പോലെ. അപ്പോൾ വാസ്തുവിൽ പറയുന്നു ദിക്കിലെ വീടുകളാണ് നല്ലത്, വിധിക്കിലെ വീട് കൊള്ളില്ല എന്ന് വാസ്തുവിൽ പറയുന്നു. ഫെങ്ഷുയിൽ പറയുന്നു വിധിക്കിലെ വീടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ എൻട്രൻസിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും നിങ്ങളുടെ ബെഡ്റൂമിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും വന്നാൽ വിധിക്കിലെ വീടായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരു വീടിൻ്റെ കണക്കെടുത്തിട്ട് പിന്നെ ഏത് കാലഘട്ടത്തിലാണോ വീട് വെച്ചതെന്നും കൂടെ നോക്കിയിട്ട് ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കണക്കാകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 7-9 കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് കുഴപ്പമില്ല. ഒരു 9-7 ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം വന്നിട്ടുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. അപ്പോൾ അതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ. അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമുക്ക് ഗുണത്തിലാണോ ദോഷത്തിലാണോ നോക്കുക. ഇപ്പോൾ ഒരു ദോഷം ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 25 നമ്മുടെ എൻട്രൻസ് നിൽക്കുന്നത്. അപ്പോൾ വീട് വാസ്തുപ്രകാരം വിധിക്കലാണ്, പക്ഷേ അതിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന നക്ഷത്രവും മോശമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട് വാസ്തുവിലും കൊള്ളില്ല, ഫെങ്ഷുയിലും കൊള്ളില്ല. അതേസമയം എൻട്രൻസിൽ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ നല്ലതാണ്, പക്ഷേ വിധിക്കലാണെങ്കിലും ഈ വീട് ദോഷം ചെയ്യത്തില്ല, ഗുണമേ ചെയ്യത്തുള്ളൂ എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ഒന്ന് എടുത്തുകൊണ്ട് വേണം അതിനെ ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ പുതിയ വീടുകൾ വെക്കുന്നുണ്ട്. വീടുകൾ വെക്കുമ്പം ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റും. നല്ല ഫ്ലൈങ് സ്റ്റാർ എൻട്രൻസ് വരുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്താൽ ആ ദോഷത്തിൽ നിന്ന് മറികടന്ന് വീട് വെക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ദിക്കിലെ വീടുകൾ തന്നെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. അതല്ല നമുക്ക് ഒരു വിധിക്കിലെ വസ്തുവേ ഉള്ളൂ, അവിടെ നമുക്ക് വീട് വയ്ക്കാനുള്ള മാർഗ്ഗം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലൈങ് സ്റ്റാറും കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അവിടെ വീട് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ചില ഫെങ്ഷു ടൂളുകൾ നോക്കാം. ഇത് ഒരു കർണിയലിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്റ്റൽസ് ആണ്. ഇത് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളാണ്. ഇത് സിട്രിൻ ആണ്, വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഇത് അമിത്തിസ്റ്റ് ആണ്. അമിത്തിസ്റ്റ് ആകുമ്പോൾ എപ്പോഴും ഒരു ഡിവൈൻ എനർജി ഉണ്ടായിരിക്കും, ഒരു ദൈവിക സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വയമേ ഒരു മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ ഉപയോഗിക്കുന്നത് അതിനോടുള്ള ആസക്തി കുറയുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് എന്ന് പറയുന്നൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് ഉപയോഗിക്കാം. ഇനി 1-2 ടൂളുകൾ നോക്കാം. ഇത് നമുക്ക് ഒരു ഫീനിക്സ് ബേർഡ് ആണ്. പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലിവിങ്ങിലോ ഡൈനിങ്ങിലോ സൗത്ത് ഡയറക്ഷനിൽ വെക്കാം. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചുവോ നിങ്ങൾക്ക് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ ടവർ വന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.